ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഫിഷ് കറി റൈസ് എവിടെ കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരാണ് ഇന്നത്തെ വീഡിയോ. ഇതാ കണ്ടോ, ഒരു ഒന്നൊന്നര അയല പൊരിച്ചത്. ഇന്നൊരു കിഡിലൻ ഗോവൻ ഫിഷ് തളിയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഗോവൻ ഫുഡ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ഫിഷ് കറി റൈസ് ആണ്. അത് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുകയും കൂടി ചെയ്താൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ തളിയിൽ വരുന്നത് നോക്കിയാലോ. അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ ഫിഷ് കറി തന്നെയാണ്. അത് സ്പെഷ്യലാണ് കേട്ടോ. അതിൽ നമുക്ക് മീനൊന്നും കാണാൻ പറ്റൂല, പക്ഷെ അസാധ്യ ടേസ്റ്റാണ് സംഭവം. പിന്നെ നമ്മുടെ രസമൊക്കെ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ ഉണക്കച്ചമ്മീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു തോരന്. അത് കഴിഞ്ഞത് അവിടെ ഒരു കക്കത്തോരൻ ഉണ്ട്. അത് അവിടുത്തെ ഫിഷ് കറി റൈസിൽ എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ സലാഡ്, അതുപോലെ കാബേജ് തോരന്, അച്ചാർ. അടുത്തതാണ് ബാങ്ഡ ഫ്രൈ, അതായത് അയല പൊരിച്ചത്. ഇത്രയും ഐറ്റംസ് ആണ് ആ തളിയിൽ വരുന്നത്. ആ ഫിഷ് കറി ആ ചോറിലേക്ക് ഒഴിച്ചിട്ട് അത് മാത്രം കുഴച്ച് കഴിച്ചാൽ തന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. അതിൽ ആ കക്കത്തോരനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ആ ചെറുനാരങ്ങന്റെ പീസ് എടുത്തിട്ട് ആ മീൻ പൊരിച്ചതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പീഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു നുള്ളിട്ട് അങ്ങോട്ട് കഴിച്ചാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. അവര് മീൻ ഫ്രൈ ചെയ്യുന്നത് ഒരു ലൈറ്റ് മസാലയിൽ റവ കോട്ടിങ്ങോട് കൂട്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ മീനിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. 5 സ്റ്റാർ ഗൂഗിൾ റേറ്റിംഗും അതുപോലെ നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറന്റ് ആട്ടോ അത്. ഗോവയിലെ മഡ്ഗോണിലുള്ള മെയിൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു 500 മീറ്റർ അങ്ങോട്ട് നടന്നാൽ ഈ റെസ്റ്റോറന്റിൽ എത്താട്ടോ. ഇനി വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഗൂഗിളിൽ പേരടിച്ചു കഴിഞ്ഞാൽ നേരെ അവിടെ എത്താൻ പറ്റൂട്ടോ. ഇനി ആ റെസ്റ്റോറന്റിന്റെ പേരറിയണ്ടേ, രാധാകൃഷ്ണ റെസ്റ്റോറന്റ്. ഗോവയിൽ മഡ്ഗോണിലാണ്. അപ്പൊ പോയിട്ട് കഴിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.